നമസ്കാരം. നമ്മളിൽ പലർക്കും എവിടെ നിക്ഷേപിക്കണം എന്ന കാര്യത്തിൽ പലപ്പോഴും ആശങ്ക ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ നമുക്കൊരു ജോലി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ലംസമായിട്ട് ഒരു എമൗണ്ട് കയ്യിൽ വരുമ്പോഴോ ആണ് നമുക്ക് ഇത്തരത്തിലൊരു ആശങ്ക ഉണ്ടാവുന്നത്. പലതരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകൾ ലഭ്യമാണെങ്കിലും FD അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ്, ചിട്ടി തുടങ്ങിയ നിക്ഷേപ മാർഗങ്ങളാണ് കൂടുതൽ പരിചയവും അതിൽ തന്നെയാണ് നമ്മളിൽ പലരും നിക്ഷേപിക്കാറുള്ളത്. ഇതിൽ പലരും അത് ക്യാഷായിട്ട് സൂക്ഷിക്കാറുണ്ട്. ക്യാഷായിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് റിട്ടേൺ ഒന്നുമില്ല. എവിടെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് വേറെ. അങ്ങനെ പല പ്രശ്നങ്ങളും പലപ്പോഴും നേരിടേണ്ടി വരാറുണ്ട്. ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അവൈലബിൾ ആണെങ്കിലും നമുക്ക് അവയെപ്പറ്റിയുള്ള കൃത്യമായൊരു അറിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടോ നമുക്ക് അത്തരം അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ല. ഒരുപക്ഷെ നമ്മളിൽ പരിചയമുള്ള ഒരാൾ ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിൽ നമ്മൾ പലപ്പോഴും ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ എടുക്കും, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഏജന്റ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ട് എടുക്കും. പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നിക്ഷേപങ്ങൾ വിതരണം ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം നമ്മൾ അതിനനുസരിച്ചുള്ള ഓരോ പ്രോഡക്റ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ മേലാത്തത് കൊണ്ട് നമ്മൾ അങ്ങ് എടുക്കുകയാണ് സാധാരണഗതിയിൽ പതിവ്. സാധാരണ മലയാളികൾ കൂടുതലും ആൾക്കാർ കരുതുന്നത് ഒന്നുകിൽ ചിട്ടി ഒരു നിക്ഷേപ മാർഗമാണെന്നാണ്. ചിട്ടി ഒരിക്കലും ഒരു നിക്ഷേപ മാർഗമല്ല. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾ നടത്താൻ ചിട്ടി പലപ്പോഴും ഉപയോഗപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ നിലവിലുള്ള അസറ്റ് ക്ലാസുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ചിട്ടി ഒരിക്കലും ഒരു നിക്ഷേപമല്ല, മറിച്ച് ഈ ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റിന് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളെ നമ്മൾ അടുത്തറിയുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള റിട്ടേണുകളുള്ള പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ചാണ് റിട്ടേൺ കൂടുതൽ കിട്ടുക എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഒരാളുടെ നിക്ഷേപത്തിൽ എല്ലാ തരം റിസ്കിലുള്ള അസറ്റ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. ചില അസറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ചില അസറ്റ് മോശമായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. പക്ഷേ ഏകദേശം ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഒരു പോർട്ട്ഫോളിയോയിൽ നിന്ന് നല്ല റിട്ടേൺ കാണാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ റിസ്കിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഇത്തരം നിക്ഷേപ മാർഗങ്ങളെയൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്യാഷായിട്ട് സൂക്ഷിക്കുന്നവരുണ്ട്, FD ആയിട്ട് കൈ കരുതുന്നുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നോക്കിയാൽ ഫിക്സഡ് ഇൻകം ഫണ്ടുകളുണ്ട്, ഗോൾഡ് ഉണ്ട്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, റിയൽ എസ്റ്റേറ്റിൽ വേണേൽ നമുക്ക് നിക്ഷേപിക്കാം, പിയർ ടു പിയർ ലോൺ, അതുപോലെ തന്നെ NCD, ഡയറക്റ്റ് വേണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് നിക്ഷേപിക്കാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. നമ്മുടെ ഇടയിൽ അത്ര പരിചിതമല്ലെങ്കിൽ പോലും ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും നമുക്ക് ഇതിന് പരിഗണിക്കാവുന്നതാണ്. ഇപ്പോൾ സർവ്വസാധാരണമായി പലരും പറഞ്ഞു ചെയ്യുന്നുണ്ട് ക്രിപ്റ്റോ കറൻസി. ഹൈലി റിസ്ക് വോളറ്റൈലുള്ള ഒരു അസറ്റ് ക്ലാസ് ആണ്. എങ്കിൽ പോലും വളരെ ചെറിയ പെർസെന്റ്, 0.5% ചിലപ്പോൾ ക്രിപ്റ്റോയിൽ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. മറ്റ് അസറ്റ് ക്ലാസുകളെ അപേക്ഷിച്ച് വളരെ റിസ്ക്കുള്ള നിക്ഷേപ മാർഗമാണ് ക്രിപ്റ്റോ. എങ്കിൽ പോലും നമ്മുടെ റിസ്ക് അനുസരിച്ച് അവനവൻ്റെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് നിക്ഷേപിക്കാൻ പറ്റുമെങ്കിൽ ഇത്തരം അസറ്റ് ക്ലാസുകൾ എല്ലാം നല്ല രീതിയിലുള്ള റിട്ടേൺ നമുക്ക് നൽകുന്നതാണ്. ഇനി ഇത്തരം അസറ്റ് ക്ലാസുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇനിയുള്ള വീഡിയോകളിൽ